കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. കാരണം അഴിമതി നിരോധന സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM-ഉമായി സംഘപരിവാർ സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ആർക്കും ഏത് രീതിയിലുമുള്ള അഴിമതി നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സംവിധാനം വരെ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് CPM വലിയ ശക്തമായ സമ്മർദ്ദം കേന്ദ്ര BJP സർക്കാരിന്റെ മീതെ ചെലുത്തിയിട്ടാണ് ഈ അനുമതി വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് കൂടുതൽ ഈ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കാം. അതേപോലെ നമ്മുടെ വയനാട് വെറ്റിനറി കോളേജിൽ സർവകലാശാലയിൽ കുടുംബം ആരോപിച്ചതുപോലെ SFIക്കാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥിന്റെ കേസിൽ ഇപ്പോഴും SFIക്കാരെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനപ്പെട്ട SFI നേതാക്കന്മാരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ജാമ്യം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ്. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ പരസ്യമായി നൂറുകണക്കിന് കുട്ടികളുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി 2 ബെൽറ്റ് പൊട്ടുന്നതുവരെ അടിച്ച് കമ്പിവടി കൊണ്ടും വയറുകൊണ്ടുമെല്ലാം അടിച്ചാണ് ആ കുഞ്ഞിനെ തല്ലിക്കൊന്നിരിക്കുന്നത്. പല സ്ഥലത്ത് വെച്ച്, ഒരു സ്ഥലത്ത് വെച്ച് മാത്രമല്ല പല സ്ഥലത്ത് വെച്ച്. എന്തൊരു കാര്യത്തിന്റെ പേരിൽ SFI പോലുള്ള ഒരു സംഘടന ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ കേസിലെ വിധി വന്നിരിക്കുകയാണ്. എത്ര ക്രൂരമായ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ചന്ദ്രശേഖരനെതിരെ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത CPM നേതാക്കന്മാര് വളർത്തിയെടുക്കുന്ന ഈ പുതിയ തലമുറ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയിരിക്കുകയാണ്. വലിയ ക്രിമിനലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SIയുടെ കരണക്കുറ്റിക്കടിച്ച് കർണപുടം പൊട്ടിച്ച SFI നേതാക്കന്മാർ. അതായത് CPM നേതാക്കന്മാർ പറഞ്ഞു TP ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂക്കുല പോലെ റോട്ടിൽ ചെതറിക്കുമെന്ന് പറഞ്ഞു, തെങ്ങിൻ പൂക്കുല പോലെ. SFI നേതാക്കന്മാർ ചാലക്കുടിയിൽ പറഞ്ഞത് അവിടുത്തെ SIയെ പേപ്പറ്റിയെ പോലെ വഴിയിലിട്ട് തല്ലുവെന്നാണ്. അപ്പൊ ഇവര് വലിയ ക്രിമിനൽ സംഘമായി ക്യാമ്പസിൽ കേൾവി പോലും ഇല്ലാത്ത കേരളത്തിലെ രക്ഷിതാക്കളെല്ലാം വലിയ ധർമ്മസങ്കടത്തിലാണ്. മക്കൾ പഠിക്കുന്ന കോളേജിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു മകന് പറ്റിയത് തങ്ങളുടെ മക്കൾക്ക് പറ്റുമോ എന്നുള്ള ഭീതിയിലാണ് കേരളത്തിലെ രക്ഷകർത്താക്കൾ നിൽക്കുന്നത്. അത്ര അപകടകരമായ, അത്ര ഞെട്ടിക്കുന്നൊരു സംഭവം നടന്നിട്ട് പോലും പോലീസ് അതിനോട് പ്രതികരിക്കുന്നത് എത്ര ദുർബലമായിട്ടാണ്. എന്താണ് ഇവിടുത്തെ നീതിന്യായ സംവിധാനം, ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത്? ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമരം. അതുകൊണ്ട് കുറ്റവാളികളെ നിർബന്ധമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ കേരളം കാണാത്ത സമരപരിപാടികൾ ഇക്കാര്യത്തിലുണ്ടാവും. ഇനി ഒരു കുഞ്ഞിനും കേരളത്തിൽ ഇത് ആവർത്തിക്കരുത്. ഇതെല്ലാ ക്യാമ്പസുകളിലും നടക്കുകയാണ്. ഈ കുഞ്ഞ് മരിച്ചതുകൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞത്. കുറെ അധ്യാപക സംഘടനാ നേതാക്കൾ CPM-മാരുണ്ട്. അവർക്കെതിരായും നടപടിയെടുക്കണം. അവരെയും ഈ കേസിൽ പ്രതികളാക്കണം. റാഗിംഗ് നടന്നിട്ട്, ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് അവിടെയുള്ള ഡീൻ അടക്കമുള്ള അധ്യാപകർ ഇത് ഒളിച്ചു വെക്കുകയാണ്. കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്. പുറത്ത് നിങ്ങളിത് പറയരുത് എന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്. ബന്ധുക്കൾ എന്നപ്പോൾ അവരോട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവരെയൊക്കെ അധ്യാപകരാക്കി എങ്ങനെ വയ്ക്കുന്നത്? ഇവരൊക്കെയാണ് അധ്യാപകർ കേരളത്തിലെ ക്യാമ്പസിൽ. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു അധ്യാപകനെ ഇനി അവിടെ പഠിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്കെതിരായി അന്വേഷണം നടത്തി യുക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവരെയും ഞങ്ങൾ ഉപരോധിക്കും, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അല്ല, അതൊരു പാർട്ടിക്കകത്ത് കിടക്കുന്ന ഒരു ആഭ്യന്തരമായ ഒരു നടപടിക്രമമാണ്. ഞങ്ങൾ വിവിധ സീറ്റുകളെ കുറിച്ച് സംസാരിച്ച് ഒരു റെക്കമെൻഡേഷൻസ്, നമ്മുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഒരു ഡോക്കറ്റാക്കി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കും. അവിടെ എന്താണ് ചർച്ച ചെയ്തത്, എന്താണ് തീരുമാനിച്ചത് എന്ന് പറയാൻ അതൊരു ആഭ്യന്തരമായ ഒരു കാര്യമായതുകൊണ്ട് സാധാരണ CECയിൽ നടത്തിയ ചർച്ചകൾ മാധ്യമങ്ങളോട് പറയാറില്ല. അത് നിങ്ങൾ ക്ഷമിക്കണം. നല്ല രീതിയിൽ ചർച്ച പുരോഗമിക്കുന്നു. എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടി
അത് ഒരു തീരുമാനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിലേക്ക് വരില്ല. UDF-ന്റെ തീർന്നല്ലോ. UDF-ന്റെ എല്ലാം തീർന്നു. UDF-ന്റെ ചർച്ചകൾ പൂർത്തിയായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോവുകയാണ്. ബാക്കി പലർക്കും ഇവിടെ തന്നെ തീരുമാനിച്ചാൽ മതില്ല. ഞങ്ങൾക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർഷങ്ങളായി നിൽക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി സ്ക്രീനിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. LDF UDF-ന്റെ സീറ്റ് വിഭജനം മിനിയാന്നാണ് പൂർത്തിയാക്കിയത്, ഇല്ലേ? ഇന്നലെയാണ് അത് കംപ്ലീറ്റ് ആയത്. ഇന്ന് ഞങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടിയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ACC ചാർജുള്ള ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്നു. കാരണം ഒരു ദിവസം പോലും വൈകിക്കാതെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഡൽഹിക്ക് പോവാം, അപ്പോൾ ഒരു ദിവസം വൈകി. ഇന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇന്ന് ഇവിടുത്തെ സമാപനമുള്ളതുണ്ട്. അപ്പൊ ഇന്ന് തന്നെ അവരിവിടെ എത്തി. ആ സ്പീഡിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഈ സ്പീഡ് മതി. അല്ല, എന്നാണ് CEC കൂടുന്നതെന്ന് ഇന്ന് രാത്രി അറിയാൻ പറ്റും. അത് 2-ാം തീയതിയോ 3-ാം തീയതി കൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുന്നൊന്ന് പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഈ നേരത്തെ പറഞ്ഞ ആഭ്യന്തര ചർച്ചകളുടെ ഭാഗമാണ്. വെളിപ്പെടുത്താൻ എനിക്ക് അനുമതിയില്ല. അല്ലേ, ഞാൻ എല്ലാം പറയില്ല നിങ്ങളോട്. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയണ ആളല്ലേ. പറയാൻ പറ്റാത്തത് എന്നെ കൊണ്ട് ചോദിച്ച് ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഇതുവരെയുള്ള വിവരം അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ്. ഇവിടെ ചിലർ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് LDF ആണ്. അത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും. കുറച്ചു ദിവസം കിട്ടട്ടെ സമാധാനം. വയനാട് രാഹുൽ ഗാന്ധിയുടെ പേരിൽ മാത്രമാണ് ചർച്ച, ഒറ്റപ്പേര് സംസ്ഥാനം നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവും. എന്നെ അങ്ങോട്ട് അതിന്റെ അകത്തേക്ക് വലിച്ചിടുക. അല്ലല്ല, എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിലും ഇപ്പൊ നടന്ന ചർച്ച നിങ്ങളോട് വെളിപ്പെടുത്താൻ അനുവാദമില്ല. അത് പണ്ട് പോലെ എങ്ങനെ. ഞാനും പണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ഒറീസയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഒരു നടപടിക്രമമുണ്ട് പാർട്ടിക്ക്. ഞാനത് അവിടെ ഇരുന്ന് തീരുമാനിച്ചത് പുറത്തു വന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മാത്രമേ അത് കാണാൻ പാടുള്ളൂ. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച എല്ലാം പറഞ്ഞ ആളല്ലേ ഞാൻ, അറിയാലോ. അല്ലല്ല, അതൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ പറയാം. ഉറപ്പായിട്ട് ഞാൻ പറയാം. സോഷ്യൽ ബാലൻസ് ഉണ്ടാവും ഉൾപ്പെടെയുള്ള സാധാരണ കോൺഗ്രസ് ഒരു പട്ടിക തയ്യാറാക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കോൺഗ്രസ് അതിനകത്ത് വളരെ ശ്രദ്ധിക്കും. പിന്നെ വേണമെങ്കിൽ ആ മറ്റ് 4 സീറ്റിലെ കാര്യങ്ങൾ, UDF-ന്റെ 4 സീറ്റിലെ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, 2-ാം തീയതി 3-ാം തീയതി CEC കൂടും, അത്രയേ ഉള്ളൂ. 2-3 ദിവസത്തെ കാര്യമല്ലേ. 2-3 ദിവസത്തെ കാര്യം. പിന്നെ ഈ പ്രവർത്തകർക്ക് അറിയാം, അവര് എത്രയോ മുമ്പ് പണി തുടങ്ങിയതാണ്. എത്രയോ മുമ്പേ പ്രവർത്തകർ പണി തുടങ്ങിയതാണ്. നേരത്തെ തുടങ്ങി ഇപ്രാവശ്യം. സോഷ്യൽ ബാലൻസ് കൃത്യമായിരിക്കും. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ആ സോഷ്യൽ ബാലൻസ് ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പക്ഷെ ഞങ്ങളുടെ ആലപ്പുഴയിലൊരു മുസ്ലിം സ്ഥാനാർത്ഥി തോറ്റുപോയി. പിന്നെ ഞങ്ങൾ ചെയ്തതെന്താ, അടുത്ത രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ആ ഒരു രാജ്യസഭാ സീറ്റ് ഒരു മുസ്ലിം വനിതയ്ക്ക് കൊടുത്താണ് അത് നമ്മളത് ബാലൻസ് ചെയ്തത്. അപ്പൊ അതുപോലെ ഇപ്പോഴും പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായ സോഷ്യൽ ബാലൻസ് ഉണ്ടാവും. അത് ശ്രദ്ധയുണ്ടാവും. കാരണം എല്ലാവരുടെയും പാർട്ടിയല്ലേ കോൺഗ്രസ്. എല്ലാവരുടെയും പാർട്ടിയാണ് കോൺഗ്രസ്. ഒരാൾക്കും അങ്ങനെ കോൺഗ്രസ് അവരെ അവഗണിച്ചു എന്നുള്ളൊരു ഫീൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി പോകും. കുറച്ചു ദിവസം 2 ദിവസം കൂടി ശ്രമിച്ചാൽ എല്ലാ വിവരവും കിട്ടും. ആര് പറഞ്ഞായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അത്തരം ഒരു കാര്യങ്ങളും ഇനി നമ്മൾ CEC വരെ പറയില്ല. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അല്ലാതെ അറിയിച്ച വ്യക്തിപരമായിട്ടെന്നുള്ളതാണ്. കാരണം രമേശ് ചെന്നിത്തല അറിയിച്ചു അദ്ദേഹം പറയുന്നുണ്ട് രാവിലെ. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയത്തില്ല.